ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇസ്രായേലിലെ യഹൂദജനം അവരിന്നും യേശു ഏകരക്ഷകനാണെന്നോ ദൈവപുത്രനാണെന്നോ അവരിന്നും വിശ്വസിച്ചിട്ടില്ല. അവര് മോശയുടെ നിയമങ്ങളെ ഫോളോ ചെയ്താണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരിന്നും പ്രത്യാശ വച്ചിരിക്കുന്നത് ഒരു ലോകരക്ഷകൻ വരുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കുവാൻ മറ്റൊരു സഹായകനെ നൽകുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്ലീഹന്മാര് സെഹിയോന്മാർ മാളിക മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നു. അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുസഭയിലൂടെ മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്കും കടന്നു വന്നു. എന്നാൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുവാനോ ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയുവാനോ പലർക്കും സാധിക്കാതെ പോകുന്നു. നമുക്കറിയാം, അടുത്ത ഞായറാഴ്ച പന്തക്കുസ്താ തിരുനാളാണ്. ഒത്തിരി കൂട്ടായ്മകളിൽ പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടി ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, പക്ഷേ പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയാതെ മറ്റൊരു പരിശുദ്ധാത്മാവ് വരും എന്ന് പ്രതീക്ഷിച്ച് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ഒത്തിരി വേദനയുണ്ട് എന്നുള്ളത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ അറിയുന്ന ഒരു വ്യക്തി ഇടയ്ക്ക് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇപ്പോഴും എന്നോട് ഇങ്ങനെ പറയും, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നില്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇപ്പം കിട്ടുന്നില്ല, ഇതിന് കാരണം എന്നാന്ന് അറിയത്തില്ല എന്നിങ്ങനെ പലപ്പോഴും എന്നോട് ഇങ്ങനെ പറയും. അപ്പോഴെല്ലാം എന്നോട് പറയും, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തരണം എന്നിങ്ങനെ പറയും. ഒരു ദിവസം ഇങ്ങനെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഫോൺ ഇങ്ങോട്ട് തരുവാണെങ്കിൽ ഞാൻ ഈ കുറവ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഫോൺ മേടിച്ചിട്ട് യൂട്യൂബിന്റെ സെർച്ച് ഹിസ്റ്ററിയും ഫേസ്ബുക്കിലെ ഫോളോ ചെയ്യുന്ന പേജും ഇതൊക്കെ എടുത്തങ്ങോട്ട് കാണിച്ചു. ഇതെടുത്ത് കാണിച്ചപ്പോഴേ ആ വ്യക്തിക്ക് കാര്യം മനസ്സിലായി. കാരണം നമ്മൾ കപടത, പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പാപാവസ്ഥയിലൂടെയൊക്കെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെയൊക്കെ അമിതമായിട്ടുള്ള ദുരുപയോഗത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മളിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ പോകും. പ്രിയപ്പെട്ടവരെ, അടുത്ത ഞായറാഴ്ച പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടിയില്ല ആഗ്രഹിക്കേണ്ടത്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ എത്രമാത്രം പാപം ചെയ്ത് വേദനിപ്പിച്ചിട്ടുണ്ടോ അത് അനുദപിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി ഈശോയൊക്കെ സ്വീകരിച്ച് പന്തക്കുസ്താ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ പന്തക്കുസ്താ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു പോയി. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളല്ലേ പരിശുദ്ധാത്മാവുമായി എത്രമാത്രം ബന്ധത്തിലാകുവാൻ സാധിച്ചു എന്നൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് മാമോദീസായിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കും. എന്നാൽ ചിലരൊക്കെ ഇതൊരു അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ ചിലർക്ക് താല്പര്യമില്ല. അടുത്ത ഞായറാഴ്ചയാണ് പരിശുദ്ധാത്മാവ് വരുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് പലരും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പന്തക്കുസ്താ തിരുനാൾ അനുസ്മരണമാണ്. മാമോദീസായിലൂടെ നിത്യം നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നല്ലൊരു കുമ്പസാരം നടത്തി അടുത്ത ഞായറാഴ്ചത്തെ പന്തക്കുസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.